Hi dears, it's me MS from MS Solutions and Ravi from MS Solutions. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ്. യെസ്, നമ്മുടെ മുമ്പിൽ ഒറ്റ കാര്യമുള്ളൂ. നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് പ്രഡിക്ഷൻ വീഡിയോ നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. സാറേ, എപ്പോഴും MS ആണല്ലോ പ്രൊഡിക്റ്റ് ചെയ്യാറുള്ളത്. ഇന്ന് കെമിസ്ട്രിയിൽ നമ്മളൊരു ചേഞ്ച് വരുത്തുകയാണ്. ഇന്ന് പ്രൊഡിക്റ്റ് ചെയ്യുന്നത് സോഷ്യൽ സയൻസിന്റെ കിങ് ആയിട്ടുള്ള റബീഹ് ഈസി. ഇനി എല്ലാം ഈസി. ഓക്കെ, സോ മാഷേ, നമുക്ക് ഓരോ ചോദ്യത്തിലേക്ക് കടന്നു പോകാം. ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമുക്ക് ആദ്യത്തെ ചോദ്യം എഴുതാം അല്ലേ? അപ്പൊ 2026 ഓണം എക്സാമില് നാളെ നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്ന അല്ലെങ്കിൽ ഇന്ന് നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്ന ആ ചോദ്യം ഇതാണ്. എഥനോളിന്റെ പ്രിപ്പറേഷൻ ആയിരിക്കും നാളത്തെ പരീക്ഷാ പേപ്പറിൽ നിങ്ങൾ കാണാൻ വേണ്ടി പോവുക. അവിടെ ചോദിക്കുന്നത് പ്രധാനമായിട്ടും പഞ്ചസാര വെള്ളത്തിലിട്ട് സാറേ ഗ്ലൂക്കോസ് കിട്ടി, ഫ്രക്ടോസ് കിട്ടി, ഏത് എൻസൈമിലാണ് സാർ? ഇൻവെർട്ടൈസ് എൻസൈമിലാണ്. ഓക്കെ, അതോടൊപ്പം തന്നെ സൈമേസ് എൻസൈമിലാണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു സാധനം മാറിയിട്ട് അവസാനം നമുക്ക് ആൽക്കഹോൾ കിട്ടുന്നു, ഈഥൈൽ ആൽക്കഹോൾ. അതായത് ഈ എഥനോളിനെ ഇൻഡസ്ട്രിയലി പ്രിപ്പയർ ചെയ്യുന്ന പ്രോസസ്സ് നാളത്തെ പരീക്ഷാ പേപ്പറിൽ കാണുമെന്നാണ് റബീഹ് സാർ പ്രഡിക്റ്റ് ചെയ്യുന്നത്. ശരിയാകുമോ? ഓക്കെ, അടുത്തത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഇതാണ്. ഇതിന്റെ ബാക്കിയാണ് സാർ. വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ഡീനാച്ചുറിംഗ് റെക്ടിഫൈഡ് സ്പിരിറ്റ് എന്ന് പറയുന്ന ഒരു ചോദ്യമുണ്ട്. ഇത് കുട്ടികൾ വായിച്ച് പഠിക്കേണ്ട സംഗതിയാണ് സാർ. അതായത് നമ്മുടെ കള്ളുണ്ടല്ലോ, എഥനോള്, ആ എഥനോളിന്റെ വീര്യം കുറയ്ക്കാൻ വേണ്ടി അതിലേക്ക് മെഥനോൾ ആഡ് ചെയ്യും. അങ്ങനെ മെഥനോൾ ആഡ് ചെയ്യുക അല്ലെങ്കിൽ ഒരു ടോക്സിക് സബ്സ്റ്റൻസ് ആഡ് ചെയ്യുക. അതായത് നമ്മളിപ്പോ ഈ കള്ള് കുടിക്കുന്ന ആൾക്കാർ എന്ത് ചെയ്യുന്ന അറിയോ, ഈ വെള്ളം ഒഴിച്ചിട്ടാണല്ലോ ഒന്ന് വീര്യം കുറയ്ക്കല്ലോ. പക്ഷെ അങ്ങനെ വെള്ളത്തിന് പകരം അവിടെ നമ്മൾ എന്ത് ചെയ്യും? ഒരു ടോക്സിക് സബ്സ്റ്റാൻസ് ചേർക്കുകയാണെങ്കിൽ അതിനെയാണ് സാറ് ഡീനാച്ചുറിങ് എന്ന് പറയാം. ഓക്കെ, പക്ഷെ റെക്ടിഫൈഡ് സ്പിരിറ്റ് എന്ന് പറയുന്നത് തികച്ചും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അതായത് റെക്ടിഫൈഡ് സ്പിരിറ്റില് ഏറ്റവും പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാല് 95.6% എഥനോളിനെ വിളിക്കുന്ന പേരാണ് സാർ റെക്ടിഫൈഡ് സ്പിരിറ്റ് എന്ന് പറയുന്നത്. അടുത്തൊരു ചോദ്യമാണ് സാറ്, ഇൻഡസ്ട്രിയിൽ എങ്ങനെയാണ് എഥനോയിക് ആസിഡിനെ പ്രിപ്പയർ ചെയ്യുക? ഈ പരീക്ഷയ്ക്ക് ഉണ്ടാവൂല്ലേ? ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് വീണ്ടും എഴുതാം. 2026 ഓണം എക്സാമിൽ നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്ന ആ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യമാണ്, അഥവാ എഥനോയിക് വ്യാവസായികമായി നിർമ്മിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത്. ഓക്കെ, അപ്പോ എഥനോയിക് ആസിഡിന്റെ പ്രിപ്പറേഷൻ ആണ് ഇപ്പൊ നമ്മൾ പ്രഡിക്റ്റ് ചെയ്തത്. നേരത്തെ സാർ പ്രഡിക്റ്റ് ചെയ്തത് എഥനോൾ ആണ് കേട്ടോ, എഥനോൾ ആണ്. അപ്പൊ എഥനോയിക് ആസിഡ്. ഇനി അടുത്തത് അതിലും ട്വിസ്റ്റ് ആണ് സാർ. ഇതൊരു ബെറ്റർ സാധനമാണ്. ഇത് എസ്റ്റർ ആണ്, വരുമല്ലേ? എസ്റ്ററിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ വർഷം ചെയ്തിട്ടുണ്ട് സാറേ, ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ എസ്റ്റർ ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ട് തന്നെയാണ് ഞാനും എന്ത് ചെയ്യുന്നത്, ഇതിന് ഇമ്പോർട്ടന്റ് ആയിട്ട് കാണുന്നത്. അപ്പൊ നമുക്ക് വീണ്ടും എഴുതാം. ഓണം എക്സാം 2026 നാളെ നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്ന ആ പ്രധാനപ്പെട്ട ചോദ്യങ്ങളിൽ ഒന്ന് തന്നെയായിരിക്കും എന്ത് സാറേ? എസ്റ്ററിനെ കുറിച്ച്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, 2 സ്മെല്ലാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. 4 സ്മെല്ല് പഠിക്കാനുണ്ട്. അതിൽ 2 സ്മെല്ല് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. ഒന്ന് പൈനാപ്പിളിന്റെ, 2 ഓറഞ്ചിന്റെ. അപ്പൊ അവിടെ ഏറ്റവും കൂടുതൽ നിങ്ങളോട് ചോദിക്കാൻ ചാൻസ് ഉള്ളത് അത് പൈനാപ്പിളിന്റേത് ആയിരിക്കും. കാരണം പബ്ലിക് എക്സാമിന് അടക്കം അതന്നെ ഇത്രയും കാലം ചോദിച്ചത് പൈനാപ്പിളാ സാറേ, വേറൊന്നും ചോദിച്ചിട്ടില്ല. ഓക്കെ, ഇനി നമുക്ക് നേരെ പോകുന്നത് സാറേ നമ്മുടെ ഈ ചാപ്റ്ററിന്റെ വേറൊരു ഭാഗത്തേക്കാണ്. അതായത് ഫസ്റ്റ് ഭാഗത്തേക്ക്. അവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ് ഒക്കെ വരുന്നുണ്ട്. സോ ഞാൻ പാട്ട് പാടിയിട്ടല്ലേ ഈ ഒരു ചോദ്യം നോക്കിയ സാറേ, ഈത്തൈൻ റിയാക്ട് വിത്ത് ക്ലോറിൻ ഇൻ ദ പ്രസൻസ് ഓഫ് സൺലൈറ്റ്. അതായത് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് ഈ റിയാക്ഷൻ. ഇത് വരാൻ സാധ്യത ഉണ്ടോ ഇല്ലേ? ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെക്കണം. കാരണം SCRTന്റെ സെറ്റ് 1 ഇതിന്റെ നേരത്തെ വന്നിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് എഴുതാം, ഓണം എക്സാം 2026 നിങ്ങൾ നാളെ കാണാൻ വേണ്ടി പോകുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യമാണ് എന്ത് മക്കളെ? സബ്സ്റ്റിറ്റ്യൂഷൻസ് റിയാക്ഷൻ എന്ന് പറയുന്ന ടോപ്പിക് എന്ന് പറയുന്നത്. സബ്സ്റ്റിറ്റ്യൂഷൻ ഇവർ പഠിക്കുന്നത് മീഥൈനിലേക്ക് ക്ലോറിൻ വരുന്നതാണ്. അപ്പൊ ഇവിടുന്ന് ഒരു H അങ്ങ് പോകും, ഒരു ക്ലോറിൻ കൊണ്ട് ചാടി. അപ്പൊ ക്ലോറോമീഥൈൻ കിട്ടും. ഇനി അത് ഈഥൈൻ ആണെങ്കിൽ ക്ലോറോ ഈഥൈൻ. ഏതാണോ അവർക്ക് പറ്റുന്നത് അത് നോക്കുക. പൊതുവെ എക്സാമിന് വരാറുള്ളത് മീഥൈൻ ആണ്. ഇനി ഏത് വന്നാലും, അതിപ്പോ ഈഥൈൻ വന്നാലും ബ്യൂട്ടൈൻ വന്നാലും പെന്റൈൻ എക്സൈൻ ഏത് വന്നാലും എന്ത് ചെയ്താൽ മതി? ഒരാളെ ഒഴിവാക്കുക, പകരം വന്ന ഒരാളെടുത്ത് അങ്ങോട്ടേക്ക് ഇട്ട് കൊടുക്കുക. അപ്പൊ പേരൊന്ന് ശ്രദ്ധിക്കുക. അതെ, ഈഥൈൻ ആണെങ്കിൽ 1 ക്ലോറോ ഈഥൈൻ, മെത്ത് ആണെങ്കിൽ 1 ക്ലോറോ മീഥൈൻ. അപ്പൊ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനിൽ ഇതുപോലെ ചോദ്യം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് സാർ. ഇനി അടുത്തൊരു ഭാഗമാണ് നമ്മുടെ ഈ റിയാക്ഷൻ, അഡീഷൻ റിയാക്ഷൻ. ഇത് വരുമില്ലേ സാർ?
അഡീഷൻ റിയാക്ഷൻ, സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ്, അഡീഷൻ റിയാക്ഷൻസ്. കാരണം ഓണം എക്സാം ആണ്, എന്താണ് വളരെ കുറഞ്ഞ ടോപ്പിക്സുകളേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ് സബ്സ്റ്റിറ്റ്യൂഷൻ പോലെ എന്തും വരാൻ ചാൻസ് ഉണ്ട്, അഡീഷൻ റിയാക്ഷൻസ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നമുക്ക് എഴുതി വെക്കാം ഓണം എക്സാം 2K26 നിങ്ങൾ നാളെ കാണാൻ വേണ്ടി പോകുന്ന ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ആണ് എന്ത് സാറേ? അഡീഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. അഡീഷൻ റിയാക്ഷൻ സാറേ ഇവര് പഠിക്കുന്നത് 3 രീതിയിലാണ്. ഓക്കെ, ഈഥീനിലേക്ക് ഡബിൾ ബോണ്ടഡ് ആയിട്ടുള്ള ഒരു അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബണിലേക്ക് ഹൈഡ്രജൻ ചേരുന്ന സമയത്ത് സംഭവിക്കുക എത്രയേ ഉള്ളൂ സാറേ? ഒരു ബോണ്ട് അങ്ങ് പൊട്ടും. എന്നിട്ട് ഇവിടെ 2 H ഉണ്ടല്ലോ, അതിൽ ഒരാള് ഈ കാർബണിലും ഒരാള് ഈ കാർബണിലും. അപ്പൊ H എത്ര? 3 ആയി. ഇവിടെ 3 ആയി. അപ്പൊ സിംഗിൾ ബോണ്ട് CH3. അപ്പൊ ഈത്തീൻ ആവും. ഇതാണ് ഇവർ പഠിക്കുന്നത്. ഇതിന്റെ കൂടെ തന്നെ അവർ പഠിക്കുന്ന അടുത്ത പോയിന്റാണ് ട്രിപ്പിൾ ബോണ്ട്. ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ ഡബിൾ ബോണ്ട് ആവും. ഇനി ട്രിപ്പിൾ ബോണ്ടിനെ ഡയറക്റ്റ് സിംഗിൾ ബോണ്ട് ആക്കാനും പറ്റും. ഇതിൽ ഏത് വേണമെങ്കിലും വരാം, പക്ഷെ അഡീഷൻ റിയാക്ഷന് എക്സാമിന് ഇമ്പോർട്ടന്റ് ആണ്. റെഡി. ഇനി അടുത്തതായിട്ട് സാർ നമ്മുടെ ഒരു മിനിറ്റ് സാർ. അപ്പൊ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. പോളിമറൈസേഷൻ ആണ് സാറേ. പോളിമറൈസേഷൻ മാത്രമല്ല, ഒരു എക്സാമ്പിൾ തന്നിട്ട് ഇവരോട് ഇത് ഏത് പോളിമർ ആണെന്നാ ചോദിക്കുന്നത്. അതായത് പോളിമറൈസേഷൻ എക്സാമിന് വരുമോ ഇല്ലേ? ഇപ്പൊ ഇവിടെ ചോദിച്ചത് സാറേ ടെഫ്ലോൺ ആണ്. ടെഫ്ലോണ് അതുപോലെ തന്നെ PVC, അതുപോലെ തന്നെ ഒരു സാധനം കൂടിയുണ്ട് ഏറ്റവും കൂടുതൽ ചോദിക്കുന്നതാണ് നമ്മുടെ പോളിത്തീൻ എന്ന് പറയും. പോളിത്തീൻ. ഈ 3 എണ്ണമാണ് നമ്മൾ പഠിക്കുന്ന സമയത്തുണ്ട് സാറേ പഠിക്കാൻ. ഇത് ബാഗ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന സാറേ പോളിത്തീൻ, പൈപ്പ് ഉണ്ടാക്കാൻ PVC, ഇനി പാചക പാത്രങ്ങൾക്ക് വേണ്ടി കുക്ക്വെയർസിന് വേണ്ടിയിട്ട് ടെഫ്ലോൺ. ഇത് 3ഉം എക്സാമിന് ഇമ്പോർട്ടന്റ്. അപ്പൊ 3 എന്ത് ചെയ്യണം? പഠിച്ചിട്ട് പോകണം. 3 ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചിട്ട് പോകണം. നമ്മൾ മാർക്ക് 2026 ഓണം എക്സാമിൽ നിങ്ങൾ നാളെ കാണാൻ വേണ്ടി പോകുന്ന ഒരു ഇമ്പോർട്ടന്റ് ചോദ്യമായിരിക്കും എന്ത് സാറേ? പോളിമറൈസേഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ ഏതൊക്കെ ആവാം? അത് ടെഫ്ലോൺ ചോദിക്കാം, PVC ചോദിക്കാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം? പോളിത്തീൻ ചോദിക്കാം. അടുത്തതായിട്ട് സാറേ 2 ടൈപ്പ് പോളിമറുകളുണ്ട്. 2 എണ്ണം ഉണ്ട്. അഡീഷൻ ഉണ്ട്, കണ്ടൻസേഷൻ ഉണ്ട്. അപ്പോ അത് വേണമെങ്കിൽ അവരോട് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണമെങ്കിൽ ചോദിച്ചേക്കാം. സാറിന് എന്ത് തോന്നുന്നു, ചോദിക്കാൻ സാധ്യതയുണ്ടോ ഇല്ലേ? ഒരു 50-50 എന്നാലും ചോദിക്കാൻ ചാൻസ് ഉള്ളത് തന്നെയാണ്. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. രണ്ടാമത്തെ ചാപ്റ്റർ തന്നെയാണല്ലോ ഇവിടുന്ന് വരുന്നത്. അപ്പൊ 2026 ഓണം എക്സാമിൽ നിങ്ങൾ നാളെ കാണാൻ വേണ്ടി പോകുന്ന വളരെ പ്രധാനപ്പെട്ട ചോദ്യത്തിൽ ഒന്നാണ് പോളിമറൈസേഷൻസ്. 2 വിധമുള്ള പോളിമറൈസേഷൻ ഉണ്ട്. അപ്പൊ എന്താണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യമാണ് എന്ത്? പോളിമറൈസേഷൻസുകൾ 2 എണ്ണവും പഠിച്ചിട്ട് പോവുക. ഓക്കെ സാർ. നൈലോൺ 66 2 പോളിമറൈസേഷൻ ഉണ്ടെന്ന് സാർ പറഞ്ഞല്ലോ. അതിൽ രണ്ടാമത്തതാണ് കണ്ടൻസേഷൻ പോളിമറൈസേഷൻ. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് നൈലോൺ 66. ഇത് ഓൾറെഡി കഴിഞ്ഞ ഓണം എക്സാമിന് ചോദിച്ചതാണ്. അപ്പൊ 2 ചാൻസ് ഉണ്ട്. കഴിഞ്ഞതിൽ നൈലോൺ ചോദിച്ചത് കൊണ്ട് ഈ കൊല്ലം വേണമെങ്കിൽ ബേക്കലൈറ്റോ അല്ലെങ്കിൽ പോളിസ്റ്ററോ ചോദിക്കാം. ഓക്കെ, പക്ഷേ കൂടുതലും എക്സാമിന് വേണ്ടിയിട്ട് ആൾക്കാർ ഫോക്കസ് ചെയ്യാറുള്ളത് നൈലോൺ ആണ്. അപ്പൊ ഇതിൽ 3ൽ ഏത് എന്ന് ഒറ്റയടിക്ക് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല. പക്ഷേ നമുക്കൊരു പ്രഡിക്ഷൻ നടത്താം. കണ്ടൻസേഷൻ പോളിമർ പരീക്ഷയ്ക്ക് ചോദിക്കുമെന്ന്. അതിന് സാർ എന്താ പറയാനുള്ളത്? ചോദിക്കാൻ ഉറപ്പായിട്ട് ചോദിക്കും. കാരണം കഴിഞ്ഞ തവണയും നമുക്ക് ചോദിച്ചത് കൊണ്ട് തന്നെ, ഓണം എക്സാമിന് ചോദിച്ചുകൊണ്ട് തന്നെ ഈ വർഷവും ചോദിക്കാൻ എന്തുണ്ട്? ഓണം എക്സാം വീണ്ടും നമ്മൾ ആവർത്തിച്ചാണയിട്ട് നമ്മൾ പറയുന്നു 2026 ഓണം എക്സാമിൽ നാളെ നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്ന ഒരു ഇമ്പോർട്ടന്റ് ചോദ്യമാണ് എന്തെന്ന് പറയണെങ്കിൽ മക്കളെ, കണ്ടൻസേഷൻ പോളിമർ. അത് ഏതൊക്കെ വരാം സാർ? നൈലോൺ വരാം, അല്ലെങ്കിൽ പോളിയസ്റ്റർ. ഏതൊക്കെ വരാം സാർ? നൈലോൺ 6 വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ നമ്മുടെ ബാക്ക്ലൈറ്റ് വരാം, അല്ലെങ്കിൽ പോളിയസ്റ്റർ. റെഡി. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് സാർ ഇതാണ് കമ്പസ്റ്റൻ റിയാക്ഷൻ. കമ്പസ്റ്റൻ റിയാക്ഷൻ കുട്ടികൾ പഠിക്കുന്നത് ഇങ്ങനെയാണ്. മീഥൈൻ എന്ന് പറയുന്ന ഹൈഡ്രോ കാർബണിൽ ഓക്സിജൻ കൂടി ചേരുമ്പോൾ 4 പ്രൊഡക്റ്റാ കിട്ടുക. കൊട്ടു വെള്ളം, ഹീറ്റ് ലൈറ്റ്. കൈകൊട്ടു വെള്ളം, കൈകൊട്ടു വെള്ളം, ഹീറ്റ് ലൈറ്റ് കൊണ്ട് കൊട്ടു വെള്ളം. കമ്പസ്റ്റൻ കമ്പസ്റ്റൻ തെയ്യക്കം തെയ്യക്കം കമ്പസ്റ്റൻ. ഇത് വേണം ഇങ്ങനെ തന്നെ ചോദിക്കാം സാർ. ഇത് കഴിഞ്ഞാൽ ഇനി എന്തിട്ടാലും, ഇതിപ്പോ ഇത് മീഥൈനാണ്, ഈഥൈൻ പ്രൊപ്പൈൻ ഏതായാലും പ്രൊഡക്റ്റ് ഇതേ കിട്ടുള്ളൂ. അപ്പൊ സ്വാഭാവികമായിട്ടും എക്സാമിന് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുക പ്രൊഡക്റ്റ്
മറ്റെന്താണ് കിട്ടാൻ ചോദിച്ചുകൊണ്ടോ അല്ലെ ഇക്വേഷൻ ഇതാനൊക്കെ ആയിരിക്കും ഉണ്ടാവുക. കമ്പസ്റ്റൻ വരുമില്ലേ? അപ്പൊ കമ്പസ്റ്റൻ അതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ പാട്ട് പാടിയിട്ടാണ് MS നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. MS-ന്റെ ഓഫ്ലൈൻ ക്ലാസ്സിൽ ആ പാട്ട് കേട്ടാണ് ഞാൻ കമ്പസ്റ്റൻ പഠിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഓണം എക്സാം 2026 നിങ്ങളോട് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ഇമ്പോർട്ടന്റ് ഷുവർ ക്വസ്റ്റ്യനുകളിൽ ഒന്നാണ് എന്താ കമ്പസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ സാർ, അടുത്തതാണ് തെർമൽ ക്രാക്കിംഗ്. ഇപ്പൊ നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ പറഞ്ഞു, അഡീഷൻ പറഞ്ഞു, പോളിമറൈസേഷൻ പറഞ്ഞു, കമ്പസ്റ്റൻ പറഞ്ഞു, ഇപ്പൊ തെർമൽ ക്രാക്കിങ്ങും. കുട്ടികൾ വിചാരിക്കുന്നത് ഇതെല്ലാം പറയുകയാണെങ്കിൽ പിന്നെ പഠിക്കേണ്ട ആവശ്യമുണ്ടോ? പക്ഷെ നമ്മൾ പറയുന്ന ഒരു പോയിന്റ് ഉണ്ട് സാർ, അതായത് എങ്ങനെയെങ്കിലും പാസ്സാവാനൊക്കെ ആഗ്രഹിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ ഈ 5 റിയാക്ഷൻ പഠിച്ചാൽ തന്നെ ഓൺ എക്സാമിന് പാസ്സാവും, സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ. പക്ഷെ ഇവിടെ നമ്മൾ പറയുന്ന ഒരു പോയിന്റും കൂടി ഉണ്ട്. എക്സാമ്പിൾ തന്നുകൊണ്ട് പൂരിപ്പിക്കാനോ അല്ലെങ്കിൽ നിങ്ങളുടെ റിയാക്ഷന്റെ പേര് തന്നിട്ട് ഒരു എക്സാമ്പിൾ എഴുതാനോ അല്ലെങ്കിൽ ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ എന്താവും ഇങ്ങനെയൊക്കെ ചോദിക്കാം. അപ്പൊ അവർ ഒന്നും കൂടി കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇപ്പോൾ പഠിക്കുന്നത്. സാറേ, തെർമൽ ക്രാക്കിന് പ്രത്യേകമുണ്ട്. പ്രൊപ്പൈൻ ഇതിനായി മാറുന്ന നേരത്ത് CH ഫോർമീതയും കൂടെ നിന്നേ ക്രാക്കിംഗ് ആണത് തെർമൽ ക്രാക്കിംഗ് എന്ന പേര്. ക്രാക്കിംഗ് ആണത് തെർമൽ ക്രാക്കിംഗ് എന്ന പേര്. സാർ, പ്രൊപ്പൈൻ ആണ് പൊതുവെ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടാവാറുള്ളത്. പക്ഷെ ഒരു തവണ കഴിഞ്ഞ പരീക്ഷക്ക് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട് സാറേ? കാണിച്ചാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ സംശയം ഉണ്ടല്ലോ, കുട്ടികളൊക്കെ ഉണ്ടാവും. കഴിഞ്ഞ ഓണം എക്സാമിന് ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട് സാറേ? 4 കാർബൺ ഉള്ള ബ്യൂട്ടൈൻ തന്നിട്ടുണ്ട്. അപ്പോ പ്രൊപ്പൈൻ മാത്രം ടെക്സ്റ്റ് ബുക്കിൽ ബ്യൂട്ടൈൻ ഉണ്ട്. അപ്പൊ ഈ രണ്ടിൽ ഏത് വേണമെങ്കിലും പരീക്ഷയ്ക്ക് വരാം. പ്രൊപ്പൈനും ചോദിക്കുക അല്ലെങ്കിൽ ബ്യൂട്ടൈൻ അല്ലേ? ഈ രണ്ടിൽ ഏത് വേണമെങ്കിലും വരാം. വന്നാൽ തന്നെ റൈറ്റ് സൈഡിൽ ഇവർ ശ്രദ്ധിക്കേണ്ട ഒറ്റ കാര്യമുള്ളൂ, ഈ ലെഫ്റ്റിൽ എത്ര കാർബണും എത്ര ഹൈഡ്രജനും ആണുള്ളത് അത്ര തന്നെ കാർബണും ഹൈഡ്രജനും റൈറ്റ് സൈഡിലും വേണം. ഇപ്പൊ ഈ ബ്യൂട്ടൈൻ എടുക്കുന്ന സമയത്ത് 4 കാർബണും 10 ഹൈഡ്രജനും ഉണ്ടാവും. അതേ സാധനം തന്നെ ഇവിടെ ഉണ്ടാവണം. ഈ C3 വരും. പ്രൊപ്പൈൻ ആണെങ്കിൽ C3H8 വരും. അത് തന്നെ ഇവിടെ ഉണ്ടാവണം. C3H8 2 2 6 8 2 4 4 8 വരും. 3 കാർബണും വരും. അതായത് മോളിക്കുലാർ ഫോർമുല അപ്പുറത്തും ഇപ്പുറത്തും സെയിം ആണ്. ഇതാണ് ഇതിന്റെ ട്രിക്ക്. അപ്പൊ വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ വേണ്ടി. ശരി, അപ്പൊ ഇതവർ കാണാതെ പഠിക്കുക. ഇതല്ലാത്ത വേറെ ബ്യൂട്ടൈൻ അടുക്കള വേറെ ഏത് തന്നാലും അവർ ട്രിക്ക് ഉപയോഗിക്കുക. അപ്പൊ തെർമൽ ക്രാക്കിംഗ് അഥവാ താപീയ വിഘടനം വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ട് MS സൊല്യൂഷൻസ് ആണയിട്ട് അക്കമിട്ട് വീണ്ടും പറയുന്നു, 2026 ഓണം എക്സാമിൽ നാളെ നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്ന 100% ഷുവർ ക്വസ്റ്റ്യൻസിൽ ഒന്നാണ് തെർമൽ ക്രാക്കിംഗ് അഥവാ താപീയ വിഘടനം എന്ന് പറഞ്ഞത്. അപ്പൊ നമ്മുടെ പ്രഡിക്ഷൻസിന്റെ 5 റിയാക്ഷൻസ് നമ്മൾ പ്രഡിക്ട് ചെയ്തിരിക്കുകയാണ്. നമ്മളല്ല, റബി സാർ പ്രഡിക്ട് ചെയ്തിരിക്കുകയാണ്. സാർ, ഇത് വരുമോ ഇല്ലെന്ന് ഇനി കുട്ടികൾ കമന്റ് ബോക്സിൽ പറയട്ടെ. അതോടൊപ്പം തന്നെ നാളെ പരീക്ഷ കഴിഞ്ഞിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാം. പരീക്ഷ കഴിഞ്ഞ് വന്നിട്ട് എല്ലാ കുട്ടികളും സാർ ഈ വീഡിയോയിൽ കമന്റ് ചെയ്യാം. എന്ന് മാത്രമല്ല മക്കളെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ നിങ്ങൾ കമന്റ് ചെയ്യാം. നിങ്ങളുടെ മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോ ബൈ.